നമസ്കാരം. ഞാനേ എൻ്റെ അയൽക്കാരനും സുഹൃത്തുമായ ജയൻ്റെ വീട്ടിലോട്ട് പോവുകയാണേ. ജയന് ഒത്തിരി സ്ഥലമുണ്ട്, 2-3 ഏക്കറോളം സ്ഥലമുണ്ട്. അതിനകത്തൊരു 8-10 മൂട് പ്ലാവുണ്ട്. അപ്പോൾ ആ പ്ലാവെന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 നല്ല തേൻ വരിക്കുക, ബാക്കിയൊക്കെ കുഴയാണ്. അപ്പോൾ അതിലെ ഒരു 8-10 പ്ലാവിലായിട്ട് ഒരു 1000കണക്കിന് ചക്ക കിടപ്പുണ്ട്. അത്രമാത്രമുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്ന് അവരെല്ലാ വർഷവും വന്ന് അത് ലേലത്തിന് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അവർ വന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ വന്ന് വേണ്ടുന്ന ചക്ക ഇട്ടുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു വരിക്കയും ഒരു കൂഴയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. വരിക്ക പഴിപ്പിക്കാം, കൂഴ വേവിക്കുകയോ അല്ലെങ്കിൽ ഉണക്കുകയോ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ അടുക്കളയിലെ പരിപാടിയിലേക്കാണ്. അതിനെ ഉള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. മണിക്കുട്ടനെ എടുത്ത് അടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. രാവിലെ മണിക്കുട്ടനെ ദേഹമൊക്കെ തുടച്ചെടുത്തു. അവൻ്റെ ചിറകയിലൊക്കെ മരുന്നെല്ലാം പുരട്ടി. പിന്നെ അപ്പം ജയൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ കശുവണ്ടി. ഇതപ്പം ഇങ്ങനെ തീയൽ വെക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെച്ചിരിക്കുക. ഞങ്ങൾ നേരത്തെ ഒരിക്കൽ തീയൽ വെച്ചായിരുന്നു. അത് കാണിച്ചായിരുന്നു. മണിക്കുട്ട ഇങ്ങനെ കിടക്കുക. അവനെ കാലിനൊന്നും ചെയ്യാൻ പറ്റാതെ അവനിങ്ങനെ കിടക്കുക. അപ്പം രാവിലെ ഞങ്ങളിങ്ങനെ ഇറക്കി അവനെ വിടും എക്സസൈസിന്. അപ്പോൾ ഈ മണലിനകത്തൂടെ അവനിങ്ങനെ ഇഴഞ്ഞായാലും നടന്ന് ഒരു ദഹനമൊക്കെ ഉണ്ടാവണ്ടേ ഭക്ഷണത്തിനൊക്കെ. തണ്ണിമത്തനാണ് വേണ്ടുന്നത്. അത് 10 പ്രാവശ്യം 10 നേരം കൊടുത്താലും കഴിച്ചോളൂ. ഇപ്പോൾ തണ്ണിമത്തൻ രാവിലെ കൊടുത്തു, ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും. തണ്ണിമത്തൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഇറച്ചി കൊടുത്തപ്പോൾ വേണ്ട, തുപ്പിക്കളയോ. ഓ മണിക്കുട്ടോ, ഇനി എന്ത് പറയുന്നേ? മുറിവേലെല്ലാം ഇപ്പം ഡോക്ടർ തന്ന മരുന്ന് പുരട്ടിയിരിക്കുക. മുറിവെല്ലാം കരിവുണ്ട്. അത് മരുന്നാ. മണിക്കുട്ടൻ്റെ കൂട് എല്ലാം രാവിലെ കഴുകി ട്രേ ഒക്കെ വൃത്തിയാക്കി, വേണ്ട ട്രേ വൃത്തിയാക്കി അതിനകത്ത് ന്യൂസ് പേപ്പർ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഇനി മണിക്കുട്ടനെ അതിനകത്ത് കയറ്റി ഇടും. കാരണം ഈ വലിയ കൂടിനകത്ത് അവനെ ഇടാൻ പറ്റത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ അവൻ ചിറകിട്ട് അടിച്ചടിച്ച് ചിറകെല്ലാം പോകും. അതിനുവേണ്ടി ഡോക്ടർ പറഞ്ഞു ഏറ്റവും ചെറിയ കൂട്ടിലേക്കെന്ന് പറഞ്ഞു. അപ്പോൾ എങ്കിലും ഞങ്ങൾക്ക് അവനൊരു ശകലം സ്വാതന്ത്ര്യം വേണ്ടേ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഞാനേ പോയി ചക്ക ഇട്ടോണ്ട് വരട്ടെ. മണിക്കുട്ടനെ ശ്രദ്ധിച്ചോണേ, അവനെ ശ്രദ്ധിച്ചോണേ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കേട്ടോ. ഇവാൻ അപ്പുറത്ത് വെളിയിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് ആരും ധൈര്യപ്പെട്ട് ഇതിനകത്തോട്ട് കയറത്തില്ല. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോ. കുഞ്ഞനെന്ത് കുഞ്ഞനുണ്ടെങ്കിൽ ഈ ബൗണ്ടറിക്കകത്ത് ഒരു ജീവി കയറത്തില്ല. ഞങ്ങൾ ജയൻ്റെ വീട്ടിലെത്തി. ജയൻ്റെ വീട്ടിലെ 2-3 പ്ലാവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മേളിൽ മൊത്തം ചക്കയാണ്. ഒരു രക്ഷയില്ല കയറി ഇടാൻ വേണ്ടി. ഇതെല്ലാം വരിക്കുക. അതേ കണ്ടോ, ഇത് അടുത്ത ഒരു മൂടാണ്. ഇതേ ചക്ക അതേ നടന്ന് വീണ് കിടക്കുന്നുണ്ടോ, ഒരു വലിയ ചക്ക കണ്ടോ. ചക്ക കിടക്കുന്നു നോക്കി. ചക്ക കിടന്ന് അത് വിണ്ട് കയറി കണ്ടോ. ഇതേ മേളത്തെ ഒരു ചക്ക നോക്കി. ഓ, എത്ര രൂപയുടെ ചക്ക അതൊരു 1 കിലോയ്ക്ക്. ഈ വരിക്കച്ചക്കയ്ക്കൊക്കെ 1 കിലോയ്ക്ക് 50 രൂപ 60 രൂപ മേടിക്കുന്നത്. ഇതുകൊണ്ട് 2 കമ്പുകളുടെ ഇടയിൽ ഒരു ചക്ക കയറി ഞെരുങ്ങി വിളഞ്ഞ് പൊട്ടിയിരിക്കുകയാണ്. ഇതിൽ കാണുന്ന മൊത്തം ജയൻ്റെ പറമ്പ് അങ്ങേ അറ്റം വരെ റബ്ബറും തോട്ടവും എല്ലാം. ചെറിയ പ്ലാവിൽ വരെ ചക്ക കിടക്കുന്നു. ഇതൊക്കെ ഇതുണ്ടോ, ഈ പ്ലാവിൽ കിടക്കുന്ന ചക്ക ഉണ്ട്. കണ്ടോ, ഇതെല്ലാം സൂപ്പർ ചക്കകളാണ്. ഞങ്ങൾ ചക്ക ഉണ്ടോ, ഇത് വരിക്കയാണ്. ഫുള്ള് ചക്കയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, മേളിൽ കയറി ഇടാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ അടുത്തൊരു കുഴയുടെ ചുവട്ടിലേക്ക് പോവാണേ. അതുകൊണ്ട് ഈ കാണുന്ന ഒരു കുഴയാണ്, പ്ലാവാണ്. ഇഷ്ടം പോലെ ചക്കയുണ്ട്. ഇത് വരിക്കയായിരുന്നു. ഇതേലെല്ലാം തീർന്നു. ഇതൊരു അമ്മമ്മ പ്ലാവാണ്. ഒരുപാട് വർഷമായത്. ഇതാ ജയൻ പറയുന്നതാണ് ഈ പ്ലാവ് ഇത്രയുള്ളെങ്കിലും 10-100 വർഷത്തേക്കുള്ള പഴക്കമുണ്ടെന്നവർ. ഇതിൽ മുകളിൽ വരെ ചക്കയാണ്. വെള്ളം ഈ പ്ലാവിൽ കിടക്കുന്ന ചക്ക ഉണ്ടോ നോക്കി. ആരെങ്കിലും വന്നാൽ കൊടുക്കും, ഇല്ലെങ്കിൽ ജയൻ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കൊടുക്കും. ആവശ്യക്കാർക്ക് വന്ന് ഇട്ടുകൊണ്ട് പോകാം.
ദേഹത്ത് വീഴല്ലേ, സൂക്ഷിച്ച് വലിക്കണേ. ഓക്കെ, വലിച്ചോ. ഓക്കെ. എൻ്റെ അമ്മയ്ക്ക് ആ ചക്ക 2 പീസായി കേട്ടോ. ചക്കയുടെ വെയിറ്റ് കൊണ്ടേ ഇത് കണ്ടോ, ചക്കയുടെ വെയിറ്റ് കൊണ്ട് ചക്ക 2 പീസായി കണ്ടോ. ചുളയുടെ വലിപ്പം കണ്ടോ, ഇത്രയും വലിപ്പമുള്ള ചുള നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേ ഇത് നോക്കിക്കേ കണ്ടോ. ആണ്ട് അപ്പുറത്ത് ഞാൻ നിൽക്കുന്ന പറക്കി ബാവയെന്നാണ് ഞാൻ പറഞ്ഞാണ്ട് പറക്കുന്നത് കേട്ടോ. പറക്കൊണ്ട് വന്ന് തീയലുമൊക്കെ നമ്മൾ ഇവിടുന്ന്. ഇതാ ജയൻ്റെ പറമ്പായി കാണുന്ന മൊത്തം. ഇവിടുത്തെ ഒരു ചെറിയ ഒരു വേദനിക്കുന്ന ഒരു കോടീശ്വരൻ എന്ന് വേണേൽ പറയാം. ഈ പൂവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിൻ്റെയാണെന്നൊന്ന് പറയാമോ? ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഒരു കുഞ്ഞൻ പ്ലാവ് കണ്ടോ. കുഞ്ഞൻ പ്ലാവിൽ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആടാൻ വേണ്ടിയുള്ള ഊഞ്ഞാലും കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു അതിഭയങ്കരമായ ഒരു ചക്കയുണ്ട്. ഇതേ കണ്ടോ. വലിച്ചേ. അടിപൊളി. മതി, അത് മതി. അപ്പോൾ അത് നമുക്ക് 2 പേർക്കൂടെ എടുക്കാം, വെറുതെ കൊണ്ട് കളയണ്ട. ഞങ്ങളുടെ ചക്കയിടിയിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം രാധാകൃഷ്ണൻ തോട്ടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കണ്ടോ. കൊണ്ടുവെക്കാൻ പോവാം ഞങ്ങൾ. ഇനിയിപ്പോൾ ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് ഇനിയിപ്പോൾ ചക്ക പറക്കി വണ്ടിയെ കയറ്റിക്കൊണ്ട് ഉള്ള യാത്ര ഇറങ്ങാൻ പോവാം. ഭയങ്കര. ഇത് നമ്മുടെ ജയൻ്റെ വീട്ടുമുറ്റത്ത് വയ്ക്കുന്ന കൂവളമാണ്. ഈ കൂവളത്തെ മൊത്തം നമ്മുടെ കുടമുല്ല കയറി കിടക്കുക. കുടമുല്ലയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാമോ? കണ്ടോ, ഒരു ഉപ്പനാണ് ഈ കൂട് വെച്ചിരിക്കുന്നത്. ഉപ്പൻ്റെ കൂട് കണ്ടോ. ഇത്രയും താന്ന് മുറ്റത്താണ് ഉപ്പൻ കൂട് വെച്ചിരിക്കുന്നത്. ഇവിടെ എപ്പോഴും ഉണ്ട് ഈ മുറ്റത്തെ ഉപ്പൻ. ഞാനിവിടെ പാല് മേടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഉപ്പനെ ഇവിടെ കാണും. കണ്ടോ, കുടമുല്ല കണ്ടോ. ബീഫ് കുറച്ച് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിനെ ഫ്രൈ ആക്കാൻ വേണ്ടിയുള്ള പരിപാടി. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് എല്ലാം വയറ്റി എടുക്കുവാണേ. ചെയ്യണം. അപ്പോൾ ചക്ക ഇട്ടുകൊണ്ട് വന്നു. ചക്ക വരിക്കച്ചക്കയുണ്ട്, കുഴച്ചക്കയുണ്ട്. ഞാനിപ്പോ അരിഞ്ഞ് എല്ലാം അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചു. വെച്ചപ്പം വന്നൊന്ന് ഇളക്കി. ഇത് നിന്ന് പ്ലാവേ നിന്ന് പഴുത്ത വരിക്കയാണേ. അപ്പം താഴെ വീണ് കഴിഞ്ഞപ്പോൾ ഞെക്കി നോക്കിയപ്പോഴാണ് നല്ല ഇതാ. ഇത് വരിക്കയ, ഇത് കൂഴയ. ഇതിപ്പം ഞങ്ങളിതിൻ്റെ പകുതി രാധാകൃഷ്ണൻ എടുത്തു, പകുതി ഞാൻ എടുത്തു. ഇതേ കണ്ടോ. 1 കിലോ വരിക്കച്ചക്കയ്ക്ക് ഞാൻ വില ചോദിച്ച സമയത്ത് 60 രൂപ അവർ പറഞ്ഞു. അങ്ങനെ നോക്കുവാണെങ്കിൽ ജയൻ്റെ പറമ്പിൽ എനിക്ക് വന്നൊരു 50,000 രൂപയുടെ ചക്ക അല്ലേ. ഇന്ന് പ്ലാവ് ഇഷ്ടമായ പ്ലാവ്, നല്ല സൈസ് പ്ലാവുകൾ. ചാക്ക് വേണം വേണ്ട, ബൈവനെ കൊണ്ടുപോയി കഴിക്കട്ടെ. വേവിച്ചില്ലേ? വേവിക്കുന്നില്ലേ? അത് കഴിക്കാം, കൂടെ കഴിക്കാം. ഇപ്പം പകുതി രാധാകൃഷ്ണന് കൊടുത്തു. ഇത് കണ്ടോ, ഇതിൻ്റെ നിറം കണ്ടോ, നല്ല സ്വർണ്ണ നിറമാണ് കണ്ടോ. അപ്പോൾ ഇവൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഒന്ന് നോക്കട്ടെ. നിന്ന് പഴുത്തയല്ലേ. ഓ, എന്തോ മധുരമാണെന്നറിയാം. ഇത് നമ്മൾ ഷേക്ക് ഉണ്ടാക്കണം. ഷേക്ക് ഉണ്ടാക്കി ഒരു ചക്കലം പോലും മധുരം പഞ്ചസാര നമുക്ക് ഇത് ചേർക്കണ്ട. നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് കുറച്ചെടുത്തിട്ടൊന്ന് ഷേക്ക് ഉണ്ടാക്കാം. അല്ലി വന്ന് നോക്കുക ചക്കയ്ക്ക് വേണ്ടി. ഇറക്കാമേ, ഇച്ചിട്ട് കഴിയട്ടെ. അമ്മയുടെ തിരക്കൊഴുകിയിട്ട് ഇറക്കാം കേട്ടോ. കേട്ടോടാ, പിണങ്ങിയിരിക്കുക രാവിലെ ഇറക്കാത്തതിന്. ചക്കരെ ചക്കരെ ഇപ്പം എന്നെ വിളിക്കുന്ന ചക്കര. ഞാൻ ഇതുവഴി ഏലും പോകുമ്പോഴത്തേക്ക് ചക്കരെ എനിക്കൂട്ടെ വിളിച്ചേ. ചക്കരെ അല്ല, അവന് ഏറ്റവും ഇഷ്ടം തണ്ണിമത്തങ്ങ. ഏത് ഇഷ്ടം? അത് ചക്ക എല്ലാം ഞാൻ വെട്ടിപ്പറിച്ച് കൊടുത്തു. വേവിക്കാനായിട്ട് ബീഫ് കറിയുണ്ട്. ഞാൻ ബീഫ് കൂട്ടത്തില്ലേ. എന്ത് ബീഫ് കൂട്ടത്തില്ല. അത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രതമാണ്. അപ്പോൾ ഈ മാസം 19-ാം തീയതി ഞങ്ങൾ പോവാം. സിന്ധു കന്നിമലയാണ്. അപ്പോൾ അതുകൊണ്ട് 41 ദിവസത്തെ വ്രതത്തിലാണ്. അപ്പോൾ ഇറച്ചിയൊന്നും വീട്ടിനകത്ത് വെക്കത്തില്ല. ഞങ്ങൾ വെളിയിൽ വർക്ക് ഏരിയക്കകത്താണ് വെക്കുന്നത്. ഇത് രാവിലെ ജയൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന തേൻ വരിക്കയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ നിറം നോക്കിക്കേ. ഇത് നമ്മളവിടെ പൊളിച്ച് കഴിയുമ്പോഴത്തേനുണ്ട് അതിനകത്ത് തുള്ളി തുള്ളിയായിട്ട് അതിനകത്ത് തേൻ. എന്തോ ഒരു മധുരമാണെന്നറിയോ. വറക്കാൻ വേണ്ടി ഇട്ട സമയത്ത് നോക്കിയപ്പം പഴുത്തതായിരുന്നു. ഒരുപാട് ചക്ക കിടപ്പുണ്ട് അവിടെ. ഒരുപാട്. അതിൻ്റെ അത് മൊത്തം ഇവരെ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരും ഞാൻ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു 10, 15, 20 പ്ലാവുണ്ട്. അയ്യോ, ബീഫ് എടുത്തോണ്ട് വാട്ടോ. അപ്പോൾ തന്നെ
ആ ചമ്മന്തി ഇത് പ്ലേറ്റൊക്കെ എടുത്ത് ഞാൻ ഉപയോഗിച്ചത്. ശബരിമല പോകുന്നതുകൊണ്ട് മീനും ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെളിയിലാണ് വേവിന് നോയമ്പ് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വലിയ നോയമ്പ് ഇത് കറിയാ. ഒരു മാസത്തേക്ക് നോയമ്പ് നോക്കണമല്ലോ. ആ പിന്നെ ചക്കയുടെ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെച്ചാൽ എനിക്കൊക്കെ വേവിച്ചു. എനിക്കപ്പം ചക്കയും എനിക്ക് ഇത്രയും മതി. ചക്കയും പിന്നെ കാന്താരി ചമ്മന്തി. ചക്കയും കാന്താരി ചമ്മന്തിയാണ്. കാന്താരിയും ഉള്ളിയും കൂടി ഇട്ട് ചമ്മന്തി ഉണ്ടാക്കി. അതെ കാന്താരി ചമ്മന്തി ഉണ്ടോ? കാന്താരി ഉള്ളിയും കൂടെ ചമ്മന്തി. പച്ച വെളിച്ചെണ്ണ അല്ലേ? പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ചക്ക എനിക്ക് പിന്നെ ചക്കയ്ക്ക് കറിയൊന്നും വേണമെന്നില്ല, നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ടാറ്റ.